ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പൂരാടമാണ്, നാളെ ഇപ്പോൾ ഉത്രാടം തിരുവോണമൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഫുൾ ഓണം വൈബിലാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എത്ര കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെച്ചാൽ ആ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് വരും. അപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ എൻ്റെ ഒരു ഡ്രസ്സ് എടുത്തതിന് അപ്പം ഞാനത് കുറച്ച് ഫാഷനൊക്കെ കൂട്ടി തയ്ക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ചുരിദാർ മെറ്റീരിയലായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിന് കുറച്ചുകൂടി തുണി വേണമെന്ന് പറഞ്ഞപ്പോൾ സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി എടുക്കണം, പിന്നെ ചെരുപ്പ്, അങ്ങനെ അല്ലറച്ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തനംതിട്ട പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ഓണം ബ്ലോഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു ചെരുപ്പ് ഭയങ്കര അലർജി ആയിട്ട് എൻ്റെ കാലിങ്ങനെ പൊട്ടും. അപ്പോൾ ഈ ചെരുപ്പിട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇത് ആകെ പൊട്ടിയൊക്കെ നാശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കടയിൽ എത്തുന്നത് വരെയെങ്കിലും ഇത് നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അമ്മയ്ക്കൊക്കെ ഇന്നുകൂടി സ്കൂളിൽ പോകേണ്ട ഇന്നുകൂടി സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട്. അർജുൻ വന്നിട്ടില്ല, അവന് ഓണ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം പൊടിയൊക്കെ അടിച്ച് കിടക്കുന്നത്, അതൊക്കെ വൃത്തിയാക്കി. അച്ഛമ്മയാണെങ്കിൽ ഇവിടെ അടുത്ത് ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ എന്തോ മരുന്ന്, എന്തോ കഷായം എന്തൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുക. അപ്പോൾ വീട് വീട്ടിട്ട് വേണം. അപ്പോൾ 10:30 ഒരു ബസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ബസ്സൊക്കെ കുറവായിരിക്കും. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കാൻ. ഇന്നലെ ആണെങ്കിൽ അച്ഛൻ ബംഗാളികളെയൊക്കെ കൊണ്ടുവന്ന് ഫുൾ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടിരിക്കുക. പക്ഷേ കാര്യമൊന്നുമില്ല, ഇതിപ്പോൾ പെട്ടെന്ന് അങ്ങ് വളരും. ഇനിയിപ്പോൾ കല്യാണമൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെയും ചെത്തേണ്ടി വരും. എന്നാലും ഓണമൊക്കെ ആകുമ്പോൾ ഇവിടെ ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ സ്ഥിരമുള്ള പരിപാടി, നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഉള്ള ബസ്സെല്ലാം കൂടി ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഒരു കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി നിന്നു. വെയിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബസ് വന്നു. ഒരു അരമണിക്കൂർ സമയമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില സമയത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ബസ് വരത്തുള്ളൂ. നമ്മുടെ ഈ ഒരു റൂട്ടിൽ KSRTC മാത്രമേ ഉള്ളൂ, പത്തനംതിട്ട ചെങ്ങന്നൂർ KSRTC. അങ്ങനെ നമ്മൾ പത്തനംതിട്ട എത്തി. നമ്മുടെ അവിടെ നിന്ന് ഒരു 15-20 മിനിറ്റൊക്കെ എടുക്കും പത്തനംതിട്ട എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പത്തനംതിട്ട ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഓണം പ്രമാണിച്ച് അവിടെ എന്തൊക്കെയോ കൊട്ടും മേളമൊക്കെ നടക്കും. ഒരു പുതിയ എന്തോ ഒരു ബൊട്ടീക്കിൻ്റെ ഇനാഗുറേഷനോ എന്തോ സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കളക്ടറേറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ സ്ഥിരം കാണുന്ന ഐറ്റമാണ് കളക്ടറേറ്റിൻ്റെ അവിടെയൊക്കെ പോലീസിൻ്റെ ബാരിക്കേഡുകൾ, അതൊക്കെ ഇങ്ങനെ അടുക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പൂരാടമായതുകൊണ്ട് കുറച്ച് തിരക്ക്, അല്ലെങ്കിൽ പത്തനംതിട്ടയൊക്കെ വരുമ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൂ. ഇന്ന് പക്ഷേ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷേ നല്ല ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കായക്കൊലയൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ടിരിക്കുന്നു, ഓണത്തിൻ്റെ സ്പെഷ്യൽ കായക്കൊല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഓണം വൈബും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പൂക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ പൂ വാങ്ങിക്കാനല്ല, നമുക്ക് ഈ ഓണമൊക്കെ ആകുമ്പോൾ ഒരു പൂക്കടയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ അപ്പോൾ അതവിടുന്ന് കുറച്ച് മുന്നോട്ടാക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ വാഴക്കന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞ. അപ്പോൾ അവിടെ പൂക്കടയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തകൃതിയായിട്ട് പൂക്കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ ഹോസ്പിറ്റൽ ഫുള്ള് പൊളിച്ചേക്കുമായിരുന്നു. നേരത്തെ ഇവിടെ വരുമ്പോൾ ആണെങ്കിൽ ഫുള്ള് ഒരു വലിയ ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വലിയ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇപ്പുറം കാണുന്ന ആ ഒരു 2 ചെറിയ ബിൽഡിങ്ങിലാണെന്ന് തോന്നുന്നു ഹോസ്പിറ്റലൊക്കെ. അപ്പോൾ പണിയൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ നടന്ന് ആദ്യം തന്നെ ചെരുപ്പ് വാങ്ങിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് ഏത് നിമിഷവും പൊട്ടും എന്നുള്ളൊരവസ്ഥയിലാണ്. ഓൾറെഡി അത് കുറച്ച് പൊട്ടിയൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഭീമയുടെയൊക്കെ അപ്പുറത്ത് ഒരു നേരത്തെ ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഒരു കടയിൽ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെരുപ്പൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മളിനി ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ എല്ലാ ചെരുപ്പും എൻ്റെ കാലിന് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്പോൾ എൻഗേജ്മെൻറ്റിന് വാങ്ങിച്ചൊരു ചെരുപ്പ്, അത് കുറച്ച് എനിക്ക് പണി തന്നു. അതിൻ്റെ എന്തോ ഒരു പശയുടെ എന്തോ അലർജിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ കാലിന് തീരെ സ്യൂട്ടാവുന്നുണ്ടാകുന്നില്ല, കാല് പൊട്ടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റുന്നത്. അപ്പം ഇവിടെ വന്നിട്ടാണെങ്കിൽ ഈ വള്ളി കെട്ടുന്ന സൈഡില്ല, ബാക്ക് സൈഡിൽ, അവിടെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ അലർജിയും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് വള്ളി ഇല്ലാത്ത ഒഴിവാക്കി ഞാൻ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്ത് ഈ ചെരുപ്പില്ല, അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അതെൻ്റെ കാലിൻ്റെ സൈസിനേക്കാളും വലുതായിരുന്നു. ആ കണ്ടതിൽ അത്രയും നല്ലതിൽ എനിക്കതായിരുന്നു ഇഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ സെയിം ഇരിക്കുന്നൊരു വേറെ ഒരു മോഡല്. അപ്പം ഞാനാണെങ്കിൽ ബ്ലാക്കും ആദ്യം എടുത്തില്ലേ, ബ്ലാക്കും ഒരു ക്രീം കളറൊക്കെ കൊണ്ടുള്ള ആ ഒരു ടൈപ്പിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ എടുത്ത ചെരുപ്പാണ് ഞാൻ ആദ്യം ഫൈനലി ഫിക്സ് ചെയ്തത്. പക്ഷേ എനിക്ക് ആ ഒരു തിളക്കമൊക്കെ ഉള്ളതിനേക്കാട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ട ആ പ്ലെയിനായിട്ടുള്ളതായിരുന്നു. പക്ഷേ അതിൻ്റെ ചെറിയ സൈസ് ഇല്ലെന്ന് പറഞ്ഞു.
അത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ എന്താ കുറച്ചുകൂടെ ഒരു ഡെക്കറേഷനൊക്കെ കൂടിയൊരു ഐറ്റമാണിത്. പിന്നെ ആണെങ്കിൽ ഒരു ഷൂ പോലത്തെ സംഭവം വാങ്ങിച്ചു തന്നു. അപ്പോൾ എൻ്റെ ഈ ചെറിയ വിരലിനും ഈ ബാക്ക് ഭാഗത്തൊക്കെയാണ് കൂടുതലും മറ്റേ ചെരുപ്പ് പണി തന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഷൂ വേണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കൂടുതലും ഞാൻ ഷൂ ഒക്കെ ആയിരുന്നു എടുക്കുന്നത്. നല്ലതായിരുന്നു ആ ഒരു ബ്ലൂ കളർ. പക്ഷേ അത് ഇപ്പം നമ്മുടെ കാലിനത് അത്ര ശരിയല്ലാത്തത് കൊണ്ട് ഞാനത് എടുത്തില്ല. അങ്ങനെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനിയിപ്പം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പം ഓണത്തിനാണെങ്കിൽ ഒരു പട്ടുപാവാട എടുത്തിട്ട് അതിൻ്റെ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വെൽവെറ്റിൻ്റെ ടോപ്പാണ് തയ്പ്പിച്ചത്. അപ്പോൾ അതിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പാറപ്പാട്ട് വന്നിട്ട് ഞാൻ കുറച്ച് മുത്തും ബീഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ മാരേജിന് കുറച്ച് ബ്ലൗസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഐറ്റംസൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ എറണാകുളത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം കാര്യങ്ങളും സെലക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഒരു ന്യായമായുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മുത്തും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് സൂചി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഇനി അലങ്കാരിലോട്ട് പോവുകയാണ്. അപ്പോൾ നാളെ ആണെങ്കിൽ ഓണമായിട്ട് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചിട്ട് അത് വെക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അലങ്കാരം പോയി അതും വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ രാജനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓണത്തിനുണ്ടാവുള്ള ഒരു ഡ്രസ്സിന് സ്ലീവ് വയ്ക്കാനുള്ള തുണി എടുക്കണമെന്ന്. അപ്പോൾ അത് ഓടിപ്പാഞ്ഞ് നമ്മൾ കടയിലേക്ക് വന്ന് സ്ലീവ് വയ്ക്കാനുള്ള ഡ്രസ്സിന് ഉള്ള തുണിയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞു. കുറേ നേരം വെയിറ്റ് ചെയ്തു. എനിക്ക് 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബസ് കിട്ടിയത്. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ നേരെ പോവുകയാണ്. അപ്പോഴത്തേക്ക് നല്ലപോലെ ക്ഷീണിച്ചു. കാരണം വെയിലുണ്ടായിരുന്നു. വെയിലിൻ്റെ കൂടെ തന്നെ ഒരു ചാറ്റ മഴ. നമ്മൾ ഈ കുറുക്കൻ്റെയും കുഴിയുടെയും കല്യാണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വെയിലും അതിൻ്റെ കൂടെ ഒരു മഴയൊക്കെ ആയിരുന്നു. എൻ്റെ വെയിറ്റിംഗ് ഷർട്ട് ഉണ്ടായിരുന്നുണ്ട്. കുടയൊന്നും നിവർത്തേണ്ടി വന്നില്ല. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും കുറച്ച് ബ്ലോക്ക് ആക്കിയത്. ഇവിടെ ഇങ്ങനെ ഒരു റോഡ് പണി ഒക്കെ നടക്കുന്നു. അപ്പോൾ അവിടെ കുറച്ച് ഇങ്ങനെ ഒരു ടിപ്പറൊക്കെ വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ബ്ലോക്കായി കിടക്കുമായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റിൽ നിന്നും വണ്ടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ കിടന്നപ്പോൾ ഈ സൈഡിലാണെങ്കിൽ എന്തോ ഈ വാട്ടർ അതോറിറ്റിയുടെ ഒരു കുഴി എടുത്തിട്ടിരിക്കുക. അതുകൊണ്ടാണ് അത്രയും ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടും അതൊരു വണ്ടി പോകാൻ പറ്റാത്ത. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു ആ കുഴിയിൽ എന്തോ ചാടിറങ്ങിയിട്ട് പിന്നെ തള്ളി ഉന്തിയൊക്കെ കയറ്റി ചെയ്യുന്നത്. അപ്പോൾ ഓപ്പോസിറ്റിൽ നിന്നും വണ്ടി വന്ന് കിടക്കുമായിരുന്നു. പിന്നെ അവർ കുറച്ച് ഒതുക്കി തന്നു കഴിഞ്ഞപ്പം നമുക്ക് പോകാൻ പറ്റി. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. വണ്ടിയിലിരിക്കുന്നവർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇത് ഒത്തിരി 1.5 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടാണ് നമുക്കിത് കിട്ടിയത്. ഇത് കയറിയിട്ടും പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിലോട്ടല്ല, നമുക്ക് ആദ്യം ഈ തുണി എടുത്തിട്ട് അത് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അപ്പം സ്ലീവ് മാത്രം വെച്ചാൽ മതി. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് വെട്ടി എല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫുൾ സ്ലീവായിട്ടുള്ള ഇത് തയ്ക്കാനുള്ളൊരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കോളറൊക്കെ വെച്ച് എനിക്ക് സൈഡ് സ്ലിറ്റുള്ള ചുരിദാർ അത്ര ഇഷ്ടമല്ല. അംബ്രല്ല കട്ട് പോലെ കിടക്കുന്ന ഇഷ്ടം. അപ്പോൾ അതിൽ കുറച്ച് ഞൊറുവും കാര്യങ്ങളൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചപ്പോഴാണ് നമുക്ക് മെറ്റീരിയലിൻ്റെ തുണിയേക്കാൾ കുറച്ചും കൂടി വേണ്ടി വരുന്നു. സ്ലീവിന് വേണ്ടി വന്നു. സ്ലീവ് നമ്മുടെ ചെറിയ സ്ലീവ് ആയിരുന്നെങ്കിൽ അതിന് തയ്ക്കുമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലുള്ളൊരു രൂപം എന്ന് പറഞ്ഞാൽ അതൊരു ഫുൾ സ്ലീവായിട്ട് തയ്ക്കാനുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ എലവന്തിട്ട വന്നപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ ആണെങ്കിൽ അവിടെ ഒരു പൂക്കട ഉണ്ടായിരുന്നു. പൂക്കട ഇപ്പം മൂടിയിട്ടേക്കുക. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ടെൻഷനായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലവന്തിട്ട പൂക്കട ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി ദൂരമൊന്നും പൂ വാങ്ങിക്കാനായിട്ട് പോകണ്ടല്ലോ. അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പന്തളത്തൊക്കെ പോകേണ്ടി വരും. അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് നേരെ ഇനി ടിമ്പി ചേച്ചി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പം ചേച്ചി ചേച്ചിയുടെ തയ്യലൊക്കെ എന്തായി? സംഭവം നമ്മുടെ കടയിലെത്തുള്ള മനുഷ്യനെ കൊല്ലാൻ തുടങ്ങുക. നമ്മൾ നിൽക്കുന്നവർ തുള്ളി നടക്കണങ്ങ് ഇറക്കിയോടങ്ങ് പോവാ. അപ്പോൾ ധൈര്യമായിട്ട് ചേച്ചി കോളറങ്ങി വെച്ച മറ്റേ കൈ എന്ത് കൊണ്ടുവന്നു അതൊക്കെ കളർ തന്നെയല്ലേ ഇത്? ആണല്ലോ. അവിടെ ചെന്നപ്പോൾ ഒരു മാട്ട കളർ എടുത്ത് തന്നു. ഇതൊരുമാതിരി നരച്ചത്. ഇത് 2 ഡിസൈൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഡിസൈൻ ഇതേലും കൂടെ ചേരുമോന്ന്. അതനുസരിച്ച് ഫോട്ടോ എടുത്ത് ചേച്ചി കഴിച്ചത്. അങ്ങനെ ചേച്ചിയാണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് നാളെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകിട്ട് വാങ്ങിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. അപ്പോൾ വൈകിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ ഒട്ടും സമയമില്ല. കാരണം വീട്ടിൽ വന്നിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസാണ് കേട്ടോ, മഴുവേലി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അവിടെ ഓണം സെലിബ്രേഷനും സദ്യയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പാട്ടും മേളവും അത്തപ്പൂക്കളമൊന്ന് കറക്റ്റായിട്ട് കാണത്തില്ലെന്ന് തോന്നുന്നു. ആ ഒരു ഗ്യാപ്പിൽ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ സദ്യയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകാൻ നിൽക്കുക. അവിടെ നിന്നപ്പോൾ എൻ്റെ ഡാഡി അവിടെ
ബൈക്കിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ക്ലീനിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഓണത്തിന് ആണെങ്കിൽ സെലിബ്രേഷൻ നടക്കുന്നത് നമ്മുടെ ഈ ഒരു ഗുരുമന്ദിരത്തിൻ്റെ ബാക്കിലായിട്ട്. പത്തനംതിട്ട കടയിലൊക്കെ മുടിഞ്ഞതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞതല്ല. ഇന്ന് പുരാടമല്ല, കഴിഞ്ഞ തവണ ഞങ്ങൾ ഉത്രാടത്തിന് പോയപ്പോഴും ഇതുപോലെ തള്ളായിരുന്നു. ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എലവന്നിട്ട് പൂക്കടയിൽ നാളെ ഇനിയിപ്പോൾ പൂക്ക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ പൂക്കട നോക്കിയപ്പോൾ ഇന്ന് അത് തുറന്നിട്ടില്ല. നാളെ തുറന്നില്ലെങ്കിൽ പണി കിട്ടും. അർജുന ചങ്ങനാശ്ശേരിയിലാണ് വൈകിട്ട്. നാളെ തുറക്കുമായിരിക്കും, കാരണം ഇന്നത്തേക്കുള്ള പൂവൊക്കെ എടുക്കാൻ പോയതുകൊണ്ടായിരിക്കും കട അടച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ വെയിലാണെങ്കിൽ അപ്പുറത്തെ വെയിൽ. അപ്പോൾ തുണി തയ്ക്കാൻ കൊടുത്തു, അത് നാളെ കിട്ടത്തുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞ് എല്ലാം വെട്ടിയൊക്കെ വെച്ചേക്കും. അപ്പോൾ നാളെ ഇനി അതും വാങ്ങിക്കാൻ പോകണം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞു അത് തയ്ച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇട്ട് നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സൈഡിലൂടെ ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മുടെ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അമ്മ അതേ അവിടെ മൗനരാഗമൊക്കെ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ ചേച്ചിയുടെ എടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ 4:30 ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ചേച്ചി എല്ലാം തയ്ച്ചെല്ലാം സെറ്റാക്കി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒഴിച്ചു വെക്കാനായിട്ട്. നാളെ ഉത്രാടമാകുമ്പോൾ ചേച്ചിക്കും തിരക്കല്ലേ. അങ്ങനെ തൽക്കാലത്തേക്ക് നമ്മൾ എന്തായി കോളർ പ്രതീക്ഷിച്ച പോലെ അവിടെ കിട്ടിയില്ല. ഞാനും കോളർ ആക്കി എടുത്തു. പക്ഷെ നമുക്ക് കോളർ ഏറെ പീസ് വേണം. കോളർ വെച്ചാൽ ക്രോസ് ഇട്ട് വെട്ടി അല്ലേ, എന്നാലും വട്ടത്തിൽ കിട്ടത്തില്ല. അത് മതി, അത് മതി, മതിയല്ലോ. നമുക്കൊന്ന് ഇട്ട് നോക്കിയിട്ട് കൈ തുണി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തയ്ച്ച് വാങ്ങിച്ചു. അഡ്ജസ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ലോക്കും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. അപ്പോൾ അത് ചേച്ചി ഓണം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ലോക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ തുണി നാളെ തിരുവോണത്തിലുണ്ടോയെന്ന് എനിക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായത്, അതുകൊണ്ട് ചേച്ചിയെ കൂടെ ധൃതി പിടിച്ച് തയ്പ്പിച്ചാണ്. അങ്ങനെ നമ്മൾ സന്ധ്യ സമയമൊക്കെ ആയി. അപ്പോഴത്തേക്ക് ക്ലീനിങ് കാര്യങ്ങൾ ഇന്ന് പൂരാടമൊക്കെ കൊണ്ടെല്ലാം അത്യാവശ്യമുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിയണം. അപ്പോൾ അതൊക്കെ ക്ലീനിങ് ചെയ്തതിൻ്റെ ഒക്കെ ബാക്കി ചപ്പും ചവറൊക്കെ കൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ കത്തിക്കുകയാണ്. അപ്പോൾ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ വ്ലോഗിൻ്റെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മുടെ കൂട്ടുകാരിയുടെ റെസിപ്പിയൊക്കെ ഇട്ടു. അപ്പോൾ അതേ കുറച്ച് ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കാനായിട്ടുള്ള വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കാനായിട്ടുള്ള വെള്ളം ജീരക വെള്ളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കർട്ടനോ കാര്യങ്ങളോ എന്തൊക്കെയോ വാഷിംഗ് മെഷീൻ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൂരെ ഒരു വെട്ടം പോലെ കാണുന്നില്ല, അത് നമ്മുടെ ജംഗ്ഷനിലാണെങ്കിൽ ഓണം സെലിബ്രേഷൻ പ്രമാണിച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ പൂരാടത്തിൻ്റെ ദിവസമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സമയം ഇപ്പോൾ ഒരു 7 മണി ആയിട്ടേ ഉള്ളൂ. നേരം പരപരാന്ന് വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മുത്ത് വെക്കാനുള്ള പരിപാടിയാണ്. ഇന്നലെ വാങ്ങിച്ച ആ മുത്ത് ഡ്രസ്സിൽ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിംപിൾ റോസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ വെക്കുന്നത്. എനിക്കിങ്ങനെ ചുമ്മാ സൈലൻ്റായിട്ടിരുന്ന് വെക്കുന്ന ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളതിൽ കൂടുതൽ ശ്രദ്ധിക്കത്തൊന്നുമില്ല, എന്നാലും ഒരു അനക്കമൊക്കെ കാണുമല്ലോ. അതിനുവേണ്ടി ഞാനിങ്ങനെ അവരുടെ വ്ളോഗ് ഇങ്ങനെ സൈഡിൽ കൂടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് ധൃതി പിടിച്ച് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്കൊരു സൈഡ് ഒരു ഇച്ചി കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്ന പോലൊക്കെ എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് പൂ ആണെങ്കിൽ ഇവിടെ അടുത്തൊരു അങ്കിള് പൂ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പൂ വാങ്ങിച്ച് കടയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ പോയി ആ പൂ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഉത്രാടം ആയതുകൊണ്ട് ഉച്ച വരെ കടയുള്ളൂ. അപ്പോൾ ഏകദേശം സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ധൃതി പിടിച്ച് നമുക്ക് പോയിട്ട് ആ പൂ എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ബാക്കിയുള്ള പൂ നമുക്ക് എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. കാരണം അവിടെ എനിക്ക് തോന്നുന്നു ബന്ദിപ്പൂ അങ്ങനെയുള്ള എന്തൊക്കെയോ ആണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ പൂവാണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പൂ നമ്മൾ സാധാരണ ഇവിടെ എലവന്തിട്ടേന്ന് കടയിൽ പൂക്കടയുണ്ട്, പൂക്കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ തവണ ഇവിടെ ഒരു അങ്കിളുണ്ട്. അപ്പോൾ ആ അങ്കിളിന് ഇവിടെ ഇങ്ങനെ പൂക്കൃഷിയൊക്കെ ഇപ്പോൾ നമ്മൾ കേരളത്തിലും കൂടുതലായിട്ട് പൂക്കൃഷിയൊക്കെ തുടങ്ങില്ല. അപ്പോൾ ആ അങ്കിളിൻ്റെ ഇവിടെ ബന്ദിപ്പൂവാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് അച്ഛൻ വാങ്ങിച്ച് അവിടെ കടയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി അത് എടുക്കണം. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്കിനി വല്ല അരളിപ്പൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് എലവന്തിട്ട് ഉച്ച കഴിഞ്ഞ് പോകണം. അർജുൻ ഇതുവരെ വന്നിട്ടില്ല. അവനാണെങ്കിൽ അമ്മയുടെ വീട്ടിലവിടെ ചങ്ങനാശ്ശേരിയിൽ ഒരു മാരേജിൻ്റെ റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് കടയിൽ പോയി പൂ എടുത്തിട്ട് വരാം. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എപ്പോൾ തൊട്ട് നോക്കിയിരിക്കുകയാണ്. കുറേ സമയമായില്ല. കുറെ പണി ഓണമല്ലേ?
പൂ. അപ്പം ശരി, ഹാപ്പി ഓണം. എന്തോ കളർ പോകാൻ ഞാൻ അവിടെ വെച്ച് നോക്കില്ല കേട്ടോ. അവിടെ കടയിൽ ആളൊക്കെ ആയിരുന്നു. ഇപ്പം അതുപോലെ മഴ പെയ്യാൻ ചെറുതായിട്ടിങ്ങനെ ചേർന്നു. എൻ്റെ ചീറ്റുന്നു പാമ്പാന്ന് നോക്കിയത്. അതേ കണ്ട നല്ലപോലെ മഴക്കാർ ഇങ്ങനെ വന്ന് ഓണം മഴയത്താണെന്ന് തോന്നുന്നു. സ്റ്റെപ്പൊക്കെ കഴുകി ഉണക്കാൻ വെച്ചിരിക്കും. കണ്ടപ്പോൾ വിചാരിച്ചു ഓറഞ്ച് കളർ ബന്ദിപ്പൂ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ അത് കുടഞ്ഞിട്ടിട്ട് അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ ആദ്യം പത്രപ്പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പൂ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പത്രപ്പേപ്പർ ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് കുടഞ്ഞിട്ടിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അടിയിൽ മഞ്ഞ കളർ ബന്ദിപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ഞയും ഓറഞ്ചും കളറ് ബന്ദി. ഇത് നമ്മുടെ ഇടയ്ക്ക് ഇതിനെ ബന്ദി എന്നാണ് കേട്ടോ പറയുന്നത്. ബന്ദിപ്പൂ എന്നാണ് പറയുന്നത്. ബന്ദിന്നും ജമന്തിന്നും മല്ലിപ്പൂന്നോ എന്തൊക്കെയോ പേരുകളൊക്കെ, ഇതിന് കുറേ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായതാണെങ്കിലും നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇത് നടുമ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂവായിട്ടാണ് വരുന്നത്. അന്നേരം ആണെങ്കിൽ അച്ഛമ്മയൊക്കെ പറയുമായിരുന്നു, കാരണം തമിഴ്നാട്ടിലെ അവിടത്തേക്ക് എന്തൊരു മണ്ണിൻ്റെ പ്രത്യേകത, അതുകൊണ്ടാണ് വലുതായിട്ട് വരുന്നതെന്നൊക്കെ. ഇത് നമ്മുടെ തൊട്ടപ്പുറത്ത് കൃഷി ചെയ്തതാണ്. അപ്പോൾ നല്ല വലുപ്പത്തിൽ അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വർക്ക് കംപ്ലീറ്റഡ്. ഇതേ രാവിലെ മുതൽ മുത്ത് പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേയേറെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് അവസാനം നമ്മൾ മുത്ത് പിടിപ്പിക്കുന്ന ജോലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് പോരായ്മകളൊക്കെ കാണും, കാരണം കൂടുതലായിട്ട് നമുക്ക് അതിലേക്ക് കൊണ്ട് ശ്രദ്ധ കൊടുക്കാനെ കൊണ്ട് പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് പൂ വാങ്ങിക്കാൻ പോയി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ എനിക്ക് അത് അത്ര ഒരു കംപ്ലീറ്റഡ് ആയിട്ട് തോന്നിയില്ല. എന്നാലും ഓക്കെ. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്തോ ഡ്രസ്സൊക്കെ എടുക്കാനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ഖാദിയിൽ നിന്ന് കുറേ ഷർട്ടും കാര്യങ്ങളൊക്കെ ഓണത്തിന് എടുക്കുന്ന പതിവുണ്ട്. അപ്പോൾ അതിനൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഒരു ഉഴുന്ന് വടയും ഒരു റോളും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ കഴിച്ചിട്ട് നമ്മളിതേ പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനൊരു കവർ, ഖാദിയിൽ നിന്ന് അച്ഛൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ട് കവർ ഞാൻ ഈ എടുത്തു. അത് കവറുമായിട്ട് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കവർ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില കടയിലൊന്നും ആണെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് കവറൊന്നും ഇല്ലാത്തിട്ട് കവറില്ല എന്ന് പറയും. കവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കവർ കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്തായാലും പരീക്ഷിക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം പൂവല്ലേ, നമ്മൾ കവറില്ലെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ കവറിന് വേണ്ടി ഓടി നടക്കേണ്ടി വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കവറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോഴത്തേക്ക് അർജുൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ. അവിടെ ആണെങ്കിൽ ഒരു മാരേജിൻ്റെ ഞാൻ പറഞ്ഞല്ലോ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാകും വന്നിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇലവന്തിട്ടയിലേക്ക് പോകാം. അവിടെ ഒരു പൂക്കടയുണ്ട്. അപ്പോൾ ഇന്നലെ അത് തുറന്നിട്ടില്ലായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇന്നത്തേക്കുള്ള പൂവൊക്കെ എടുക്കാൻ വേണ്ടി അവർ പോയിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ ഉച്ച ആ ഒരു സമയത്ത് തുറക്കാഞ്ഞത്. അപ്പോൾ ഇന്നത് തുറന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു വിവരം നമുക്ക് കിട്ടി. അപ്പോൾ നേരെ നമുക്ക് ഇലവന്തിട്ടയ്ക്ക് പോകാം പൂ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ജംഗ്ഷനിലാണെങ്കിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് മൊത്തം ഓണം വൈബാണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങും. അങ്ങനെ നമുക്ക് നാളെ ഇവിടെ ഓണപ്പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ വർഷവും ഉണ്ട് നല്ല അടിപൊളി പരിപാടികൾ, പിള്ളേരുടെയും വലിയവരുടെയൊക്കെ ആയിട്ട് അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നാളത്തെ തിരുവോണം വ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്താം. നല്ല അടിപൊളിയാണ് കേട്ടോ. അതായത് നമ്മൾ ഇലവന്തിട്ടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഓണത്തിൻ്റെ തലേദിവസമൊക്കെ നമ്മൾ എവിടെയെങ്കിലും വണ്ടിയും കൊണ്ട് പോകുന്നത് ഭയങ്കര ടെൻഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, റോഡ് മുഴുവൻ പാമ്പുകളായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇലവന്തിട്ടയ്ക്ക് പോവുകയാണ്. പോയി ഇനി പൂവൊക്കെ വാങ്ങിച്ചിട്ട് കാണാം. അങ്ങനെ നാട് മൊത്തം നല്ല ഓണം വൈബായിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പൂക്കട കഴിഞ്ഞ വർഷം വരെ നമുക്കിവിടെ ഒരു ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു കഴിഞ്ഞ വർഷം വരെ പൂക്കട. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ അകത്തോട്ടുള്ളൊരു വഴിയിലാണ് പൂക്കട. അപ്പോൾ അവിടെ നല്ല പൂക്കച്ചവടം കാര്യങ്ങളൊക്കെ നല്ല തകൃതിയായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ എല്ലാ വർഷവും കിറ്റായിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത്. 250 രൂപയുടെ 300 രൂപയുടെയൊക്കെ കിറ്റുണ്ട്. അപ്പോൾ 250 രൂപയുടെ എനിക്കൊന്ന് 6 സെറ്റ് പൂവും 300-ന് 8 സെറ്റ് പൂവൊക്കെ ആയിട്ടാണ്. അപ്പോൾ സാധാരണ എല്ലാ വർഷവും 2 കിറ്റൊക്കെയാണ് വാങ്ങിക്കാറുള്ളത്. ഒരു വലിയ പൂക്കൾ ഇടാനുള്ളത് ആ ഒരു കിറ്റിനകത്തും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തവണയാണെങ്കിൽ ഒരു കിറ്റേ വാങ്ങിക്കുന്നുള്ളൂ. 300 രൂപയുടെ ഒരു കിറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമുക്ക് ബന്ദിപ്പൂവും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എല്ലാ വർഷവും കിറ്റിനകത്ത് ബന്ദിപ്പൂവൊക്കെ ആയിരിക്കും കുറവ് വരുന്നത്. അതുകൊണ്ട് അതായിരുന്നു സാധാരണ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് വാങ്ങിക്കുവാണെങ്കിൽ എല്ലാത്തിനും ഭയങ്കര വിലയാണ്. കാരണം 1/4 കിലോയ്ക്കൊക്കെ 100-150 രൂപയ്ക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഭയങ്കര ലാഭമാണ് ഈ ഒരു കിറ്റിൻ്റെ പരിപാടി. പിന്നെ മുല്ലപ്പൂവൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. മുല്ലപ്പൂവിൻ്റെ ഒക്കെ റേറ്റ് നോക്കിയപ്പോൾ ഒരു മുഴത്തിനൊക്കെ 150 രൂപയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ നമുക്ക് അത്തപ്പൂക്കളെ ഇടാൻ തരുന്ന കൂട്ടത്തിൽ മുല്ലപ്പൂ ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് മാല കെട്ടി അങ്ങ് തല വെക്കാം. എന്തായാലും നമുക്ക് കുറച്ച് നേരത്തെ കുറച്ച് ഫോട്ടോ എടുക്കൽ അങ്ങനെയുള്ള അമ്പലത്തിൽ പോകുന്ന ആ ഒരു കുറച്ച് നേരത്തേക്ക് മുല്ലപ്പൂവിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ സ്ഥിരം പ്രതീക്ഷിച്ച പോലെ തന്നെ, കാരണം കവർ നമ്മൾ കൊണ്ടുപോയത് കൊണ്ട് അവർ സംഭവം എല്ലാം കവറിലിട്ടാണ് തന്നത്. നമ്മൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ കവർ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ അവസാനം പിന്നെ ആ എടുത്തുകൊണ്ട് പോയ കവർ എനിക്കൊരു ബാധ്യതയായി. അതിനെ ഇങ്ങനെ കഷത്തി വെച്ച് ചുമന്നുകൊണ്ട് വരേണ്ടി വന്നു. പിന്നെ അമ്മയാണെങ്കിൽ എന്തൊക്കെയോ സാധനങ്ങൾ മസാല അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്.
നമ്മുടെ ബന്ദിപ്പൂവിൻ്റെയൊക്കെ കൂടെ നമ്മുടെ കിറ്റും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വൈകിട്ട് രാത്രിയിൽ അത്തപ്പൂക്കളം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ എല്ലാ വർഷവും നമ്മൾ ഓണത്തിൻ്റെ അന്ന് രാവിലെയാണ് ഇടുന്നത്. അപ്പം ഇന്നല്ല നാളെ രാവിലെ ആറന്മുള ഇങ്ങനെ തിരുവോണത്തോണിയൊക്കെ കാണാൻ പോകണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഇലവന്തിട്ട, അതായത് ആറന്മുള ഇലവന്തിട്ട ദേശത്ത് മാത്രമേ ഞാനിതുവരെ കണ്ടുള്ളൂ. ഇങ്ങനെ പിണ്ടി വിളക്ക് വെക്കും, ഉത്രാട വിളക്കെന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് വാഴപ്പിണ്ടി വെട്ടാൻ വേണ്ടിയിട്ട് പോകണം. വാഴപ്പിണ്ടി വെട്ടി അതിൽ ഈർക്കിൽ വെച്ചിട്ട് നമ്മുടെ ഇങ്ങനെ കുണുക്കൊക്കെ വെച്ച് അതിൽ മൺചിരാതൊക്കെ വെച്ചിട്ടാണ് കത്തിക്കുന്നൊരു വിളക്കാണ് ഉത്രാട വിളക്കെന്ന് പറയുന്നത്. ഉത്രാടത്തിനാണ് അത് മെയിനായിട്ട് കത്തിക്കുന്നത്. ഉത്രാടത്തിനും തിരുവോണത്തിനും നമ്മളത് കത്തിക്കാറുണ്ട് എല്ലാ വർഷവും. ഞാൻ ജനിച്ച അന്ന് മുതൽ ഇത്രയും വർഷവും നമ്മൾ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛൻ ഹോസ്പിറ്റലൊക്കെ ആയിരുന്ന ഒരു സമയത്ത് ഒരു ഓണം മാത്രമാണ് നമ്മൾ ആഘോഷിക്കുന്നത്, അന്ന് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളത് വെക്കാതെ. ബാക്കി എല്ലാ വർഷവും അത് വെക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ആഘോഷം പോലെയാണ്. അങ്ങനെ നമ്മൾ വാഴപ്പിണ്ടി വെട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലോട്ട് പോകണം. അപ്പോൾ അവിടെ ഒരു വാഴ ഇങ്ങനെ എന്തോ കേടായിട്ടൊക്കെ നിൽക്കുന്നു എന്നമ്മ പറഞ്ഞത്. അപ്പോൾ അത് നോക്കി വെട്ടാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതിങ്ങനെ വെട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർജുനാണെങ്കിൽ പത്തനംതിട്ട പോകണം, അവന് ഡ്രസ്സോ കാര്യങ്ങളോ എന്തൊക്കെയോ എടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ധൃതി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒന്ന് വെട്ടി കുത്തി വെച്ച് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പണി കിട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞ പിണ്ടിയായിരുന്നു. പിന്നെ അതിനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വന്നു. കാരണം അത് അവിടെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നാറും. അങ്ങനെ പിണ്ടി കൊള്ളത്തില്ലെന്ന് മനസ്സിലാക്കി നമ്മൾ അടുത്തൊരു വാഴയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ബാക്കി നിൽക്കുന്നതിനകത്തെല്ലാം ഇങ്ങനെ കൊല നിൽക്കുന്നതുകൊണ്ട് നമുക്കത് വെട്ടാനൊരു മനസ്സില്ല. കൊല ഉള്ളത് വെട്ടുന്നത് ശരിയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളത് അടുത്തൊരു വാഴയെ ലക്ഷ്യമാക്കി നടന്നിരിക്കും. ഒരു കുഞ്ഞു വാഴയാണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഒരു പിണ്ടിയുടെ ഒരു സെറ്റിൽ. ബാക്കിയെല്ലാം തീരെ കുഞ്ഞുമാണ്. അങ്ങനെ നമുക്കൊരു വിളക്കിനെയൊക്കെ താങ്ങി നിർത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു രീതിയിലുള്ള ഒരു പിണ്ടി വേണം. അപ്പോൾ അതിന് ഇത് വെട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇത് നമ്മുടെ ലക്ഷ്മി തരു എന്ന് പറയത്തില്ല, എന്തോ ക്യാൻസറിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന എന്തോ കഴിവുള്ളൊരു മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് പറയുന്നത്. അതൊരു വലിയ മരമായിട്ട് നമുക്കിവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ തറയിൽ ഇങ്ങനെ ഈ കല്ലിട്ട സമയത്ത് അതിങ്ങനെ വെട്ടിക്കളഞ്ഞാൽ അത് പിന്നെയും കിളിച്ച് വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വലിയൊരു കോവലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കോവലിൻ്റെ തണ്ട്. അപ്പോൾ ആ കോവലിൻ്റെ തണ്ട് വീണ്ടും കിളിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അതങ്ങ് കയറി അങ്ങ് പോയായിരുന്നു ആ മരത്തിൽ. അങ്ങനെ നമുക്ക് കോവയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടാകും, പക്ഷേ അതെല്ലാം മണ്ടയ്ക്കായിരുന്നുകൊണ്ട് നമുക്ക് പറിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിങ്ങനെ പിന്നെയും പൊടിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിണ്ടിയൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ ഒരു പോള മാത്രമേ നമുക്ക് ഉരിച്ച് കളയാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ സാധാരണ 2-3 പോളയൊക്കെ ഉരിച്ച് കളഞ്ഞിട്ട് ആ ഒരു വൈറ്റ് കളർ വരുമല്ലോ വാഴപ്പിണ്ടിയുടെ ആ ഒരു ഷേപ്പിലായിരുന്നു വെക്കുന്നത്. പക്ഷേ ഇത് ഒരു പോള മാത്രമേ ഉരിക്കാൻ പറ്റത്തുള്ളൂ. 2-3 പോളയൊക്കെ ഉരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം തീരെ കനം കുറഞ്ഞു പോകും. പിന്നെ വിളക്കൊക്കെ വെക്കുക കഴിയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു കരുത്ത് ഇതിനില്ലാതായി പോകും. അങ്ങനെ അതുകൊണ്ട് നമ്മളത് ഒരു പോള മുറിച്ച് കളഞ്ഞ് ഒരു റോസ് കളറ് പിങ്ക് ഷെയ്ഡിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് നേരെ ഇതിനെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ എല്ലാ തവണ നമ്മുടെ കൂടെ പിണ്ടി വെക്കാൻ അച്ഛനൊക്കെ കൂടുതലാണ്. പക്ഷേ ഇന്ന് അച്ഛൻ എന്തോ ബിസിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മുടെ പൂവ് കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമുക്ക് കുറച്ച് പണികളോടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് പൂവിലേക്ക് കൈവെക്കാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് പൂക്കളം പകുതി കിട്ടേണ്ട ഓടേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇനി കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ വാഴപ്പിണ്ടി നമ്മൾ കുറച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്താണ് വെക്കുന്നത്. കുരുത്തോല നോക്കി, പക്ഷേ നമ്മുടെ തെങ്ങിലെല്ലാം നിൽക്കുന്നതെല്ലാം മൂത്തോലയായതുകൊണ്ട് കുരുത്തോല കിട്ടിയില്ല. അപ്പോൾ പിന്നെ അടുത്ത നമ്മുടെ ഒരു മെയിൻ ആയിട്ട് എല്ലാ ഓണത്തിനും വെക്കുന്നൊരു സാധനമാണ് നമ്മുടെ ഈ സൈഡിൽ ഒരു ചുമന്ന കളർ ഒരു ചെടിയുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം ഓണത്തിന് നമ്മൾ ആ വാഴപ്പിണ്ടിയുടെ മുകളിൽ ഇങ്ങനെ കുത്തി വെക്കുക. അപ്പോൾ അതേ മുറിച്ചെടുത്തിട്ട് സൈഡൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് താത്ത് കഴിയുമ്പോൾ അത് അതിലേക്ക് ഇങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ അതിനെയൊക്കെ വെട്ടിയെടുത്ത് നമ്മൾ പിണ്ടി ഒരുക്കുന്ന ആ ഒരു തയ്യാറെടുപ്പ് നമ്മളിത് അതിൻ്റെ ഈർക്കിലി
എടുത്തിട്ട് നമ്മളതിനൊരു കുണുക്ക് വെക്കും. ഇങ്ങനെ കുണുക്ക്, അതിനെ കുണുക്കെന്നാണ് ഇവിടെ പറയുന്നത്. കുണുക്ക് വെച്ച് അതിങ്ങനെ കെട്ടിയിട്ട് അതിൽ ചട്ടിവിളക്ക് വെച്ചിട്ടാണ് നമ്മൾ ഉത്രാടവിളക്ക് കത്തിക്കുന്നത്. ഇപ്പോഴൊക്കെയാണ് കേട്ടോ ചട്ടിവിളക്ക് കത്തിക്കുന്നത്. നേരത്തെ ആണെങ്കിൽ മരമൊട്ടിക്കാന്ന് പറഞ്ഞിട്ടൊരു കായ ഉണ്ടായിരുന്നു. വിഷക്കായാണ്. അതിൻ്റെ അകത്തെ സംഭവമൊക്കെ വിഷമാണ്, ഭയങ്കര എന്തോ വിഷമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തോടുണ്ട്, ഈ നമ്മുടെ മഹാഗണിയുടെ തോട് പോലിരിക്കും. പക്ഷേ ഇത് റൗണ്ടിലാണ്. ഈ പാഷൻ ബൂട്ട് പോലിരിക്കുന്നൊരു സംഭവമാണ്. ഫാഷൻ ബൂട്ടല്ല, കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ടൊക്കെ പോലിരിക്കും. പക്ഷേ സംഭവം ഭയങ്കര വിഷമാണ്. അപ്പോൾ അതിൽ അതങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിനകത്ത് അകത്തൊരു പരിപ്പ് പോലുണ്ട്. ആ സംഭവം ചുരണ്ടി കളഞ്ഞിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ആയിരുന്നു നമ്മൾ കത്തിക്കുന്നത്. അതായിരുന്നു പരമ്പരാഗത രീതി. താഴെ കാവിലൊക്കെ നമുക്ക് ആ മരം ഒട്ടിക്കാന്ന് പറയുന്ന മരം ഉണ്ടായിരുന്നു. പിന്നെ അത് കാവൊക്കെ തെളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആ മരമൊക്കെ പോയി. ഇപ്പോൾ അതിൻ്റെ കായൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചട്ടിവിളക്ക് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മളിത് കുറച്ച് പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ താഴെയാണെങ്കിൽ ഇങ്ങനെ അത്തപ്പൂ വെച്ച് എല്ലാവരും അത്തപ്പൂ ഇതിൻ്റെ താഴെ തന്നെ വലിയ റൗണ്ടായിട്ട് ഇട്ടിട്ട് ഇതിനെ നടുക്ക് നിർത്തും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് പൂവൊക്കെ വെച്ച് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതെ ഇത് നമ്മുടെ കണ്ണാടി ചെടിയുടെ ഇലയാണ് കേട്ടോ. അത് ഞാൻ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് ചെറിയ രീതിയിലൊരു ഡെക്കറേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുരുത്തോലയും കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മൾ കുരുത്തോല നോക്കിയിട്ട് ഒന്നും കിട്ടില്ല, എല്ലാം അങ്ങ് മൂത്ത് നിൽക്കുന്ന പോലെയായിരുന്നു. പിന്നെ അങ്ങ് ഒത്തിരി ഹൈറ്റിൽ പോകണം നമുക്ക് കുരുത്തോല എടുക്കാൻ. അവനാണെങ്കിൽ പോകാനായിട്ടുള്ള ധൃതി നിൽക്കുന്നതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടിച്ചില്ല. അങ്ങനെ നമ്മളിതേ പിണ്ടി വിളക്ക് കത്തിക്കാനുള്ളതായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇനി അത്തപ്പൂക്കളൊക്കെ ഇടാനുള്ള പരിപാടികളിലേക്കൊക്കെ കിടക്കുവാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വെച്ച പൂവൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിനെ ഒന്നും അരിയാനൊന്നും തുടങ്ങിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വൈകിട്ട് ഇടാനെ കൊണ്ടാണ്. നമുക്ക് രാവിലെ സമയമില്ല, ആറന്മുള അമ്പലത്തിലും കാര്യങ്ങളൊക്കെ പോകണമെന്ന് നമുക്കൊരു പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് തന്നെ എല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച 300 രൂപയുടെ കിറ്റ്. അപ്പോൾ കിറ്റിനകത്ത് എന്തൊക്കെയായിരുന്നു സാധനങ്ങളെന്ന് നമുക്ക് കാണിക്കാം. 200 രൂപയുടെ 300 രൂപയുടെയും കിറ്റ് ഉണ്ടായിരുന്നു. 200-ൻ്റെനകത്ത് എനിക്ക് തോന്നുന്നു 6 ഐറ്റം പൂക്കളും 300-നകത്ത് 8 ഐറ്റം പൂക്കളുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ ഇത് ആണെങ്കിൽ വാടാമല്ലിയുടെ പൂവാണ്. അപ്പോൾ അതിൻ്റെ തണ്ടും കാടും ഒക്കെ ആയിട്ട് ഏറ്റവും മെനക്കെടി ഈ പൂ വൃത്തിയാക്കാനെ കൊണ്ടാണ്. ഞാൻ സംഭവം അറിഞ്ഞൂടാ, എന്തോ ഒരു ചെടിയുടെ ഇല. അപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മഞ്ഞ റോസയാണ്, മഞ്ഞ കളറ് ചെറിയ റോസപ്പൂ ഉണ്ടല്ലോ, അതിൻ്റെ ആണ് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വെള്ള കളറ് ജമന്തി പൂവുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നൊരു പൂവുണ്ട്. അത് നോക്കിയപ്പോൾ അത് ഇല്ലായിരുന്നു. നമുക്ക് അതുകൂടെ ഉണ്ടായിരുന്നു. വേറൊരു ഡിസൈനൊക്കെ വെച്ചിട്ട് പിടിക്കാവുന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതിൻ്റെ വൈറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ വൈറ്റ് ജമന്തി പൂവുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാധാരണ റോസ് കളറ് റോസാപ്പൂവില്ലേ, അതിൻ്റെ ഒരു കെട്ടുണ്ട്.
അത് കഴിഞ്ഞപ്പോൾ പിന്നെ ദേ നമ്മുടെ ചുമന്ന കളർ ഡാർക്ക് ചുവപ്പ് കളർ റോസാപ്പൂ, പിന്നെ കുറച്ച് അരളിപ്പൂവുണ്ട്. അരളിപ്പൂ ആണെങ്കിൽ ഒരു കവർ അതിൻ്റെ കൂടെ കിറ്റിൻ്റെ കൂടെ ഉണ്ടായത്, പിന്നെ എക്സ്ട്രാ കുറച്ച് വാങ്ങിച്ചു. കാരണം എല്ലാ വർഷവും നമുക്ക് അരളിപ്പൂ തികയാതെ വരും. ഇട്ടിട്ട് വരുമ്പോൾ അരളിപ്പൂ ഇത്രയും കൊണ്ട് നമുക്കൊരു റൗണ്ടൊന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 1/4 കിലോ ആണെന്ന് തോന്നുന്നു ഞാൻ അരളിപ്പൂ സെപ്പറേറ്റ് വാങ്ങിച്ചു. അപ്പോൾ സെപ്പറേറ്റ് വാങ്ങിച്ചപ്പോൾ 80 രൂപ എന്തോ ആയിരുന്നു സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചത്. പിന്നെ ഇത് ഇത്രയും ഒരളവിൽ നമുക്ക് ബന്ദിപ്പൂവും കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ രാവിലെ അച്ഛൻ വാങ്ങിച്ച് വെച്ചിരുന്ന കുറച്ച് പൂക്കളുണ്ട്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് നമ്മുടെ അത്തപ്പൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ആ പൂവും കൂടെ നമുക്കിത് മഞ്ഞയും ഓറഞ്ചുമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് നമ്മൾ ആണെങ്കിൽ റൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കട്ട് ചെയ്യാതെ തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇതിൻ്റെ ആണെങ്കിൽ ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു കറുത്ത ഷെയ്ഡില്ല, അതിങ്ങനെ വന്നു കഴിയുമ്പോൾ അത്തപ്പൂവിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ ആ ബാക്ക് സൈഡിൽ അത് കട്ട് ചെയ്തിട്ട് ആ ഒരു പൂ മാത്രമായിട്ട് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക എടുപ്പും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ അതെ ഞാൻ ക്യാമറ വെച്ചിട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഒരു ഇരുട്ട് പോലെ. അപ്പോൾ നമ്മുടെ ഹോളിലാണെങ്കിൽ പുതിയൊരു ലൈറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിവിടെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് വെട്ടവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ഈ പൂവിനെ ഇനി അരിഞ്ഞെടുക്കാം. അതിൻ്റെ ബാക്ക് സൈഡ് മാത്രം കണിച്ച് കളഞ്ഞിട്ട് ബന്ദിപ്പൂവിനെ ഒന്ന് സെറ്റ് ചെയ്യാം. ബാക്കിയുള്ള പൂവുകൾ നമുക്കൊന്ന് ഇടർത്തിയും കൂടെ എടുത്തിട്ട് നമുക്കിനി അത്തപ്പൂ ഇടാനെ കൊണ്ട് തുടങ്ങാം. അങ്ങനെ നമ്മൾ പൂ അരിയുന്ന ഒരു ജോലിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ കത്രിക വെച്ച് കുറേ കണ്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വേദനിക്കും. അതുകൊണ്ട് ആണ് ഞാൻ ഇത്തവണ കത്തി വെച്ചിട്ടാണ് മുറിക്കാനായിട്ട്. നമ്മുടെ ഫ്രൂട്ട്സൊക്കെ മുറിക്കുന്ന കത്തിയാണ് കേട്ടോ, അല്ലാതെ ഇറച്ചി മീനൊന്നും എടുക്കുന്ന കത്തിയൊന്നും അല്ലാതെ. അപ്പോൾ വിളക്ക് കത്തിക്കുന്ന സമയമൊക്കെ ആയിട്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പിണ്ടി വിളക്ക് എന്തായാലും നോക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അതൊക്കെ കത്തിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു 6:30 6:45 ആയപ്പോൾ ഇത് കത്തിച്ചു. ഇത് 2 ദിവസം കത്തിക്കും കേട്ടോ. ഇന്ന് ഉത്രാടത്തിനും കത്തിക്കും, തിരുവോണത്തിനും കത്തിക്കും. ഉത്രാടമാണ് മെയിൻ, ഉത്രാട വിളക്കെന്നാണ് ഇതിൻ്റെ പേര്. ചിലരൊക്കെ ഇത് തിരുവോണം പോട്ടെ ഉത്രാടത്തിന് മാത്രമേ കത്തിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്രാട വിളക്ക് നല്ല അടിപൊളിയായിട്ട് മിന്നി തിളങ്ങി നിൽപ്പുണ്ട്, നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ സൈഡിൽ മതിലിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ചിരാതും കൂടെ ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങ് ദൂരെ നിന്ന് നമ്മുടെ ജംഗ്ഷൻ്റെ ഫുള്ള് നമ്മുടെ ഗുരുമന്ദിരം അതുപോലെ തന്നെ വായനശാലയൊക്കെ ഉണ്ട്, അതൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നാളെ അവിടെ നല്ല അടിപൊളി ഗംഭീര ഓണപ്പരിപാടിയൊക്കെ ഉണ്ട്. രാവിലെ മുതൽ രാത്രി വരെ നീണ്ടുന്ന നല്ല അടിപൊളി പരിപാടികളൊക്കെ, അതൊക്കെ നമുക്ക് തിരുവോണം വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ സമയം കളയാതെ നമ്മൾ പൂവിൻ്റെ ബാക്കിയുള്ള പരിപാടികളിലേക്കൊക്കെ കടന്നു. അങ്ങനെ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ വാടാമുല്ലിയാണ് കേട്ടോ കുറച്ച് നിടർത്തിയെടുക്കാൻ കുറച്ച് പാട്, ബാക്കിയെല്ലാം ഒരുമാതിരി സെറ്റായി. അപ്പോൾ അവിടെ അടർത്താതെ വെച്ചിരിക്കുന്ന പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഈ റൗണ്ടിൽ ഏറ്റവും ലാസ്റ്റ് റൗണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂക്കളെല്ലാം സെറ്റായി. അരളിപ്പൂവ്, ജമന്തി, റോസാപ്പൂവ്, അതുപോലെ തന്നെ വെള്ള കളർ ജമന്തി എല്ലാം ഇങ്ങനെ സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സാധാരണയായിട്ട് അത്തപ്പൂ ഇടുന്ന സമയത്ത് ഞാനിങ്ങനെ വരയ്ക്കാറൊന്നുമില്ല. ടൈൽസിലൊക്കെ പാട് വീണ് കഴിഞ്ഞാൽ അമ്മ എന്നെ വഴക്കുറയൊന്നും ഞാൻ വരയ്ക്കത്തില്ല. ഞാനൊരു ഉദ്ദേശത്തിന് അങ്ങ് ഇട്ട് തുടങ്ങും. പക്ഷേ ഇതുവരെ അങ്ങനെ ഫ്ലോപ്പായിട്ടൊന്നും പോയിട്ടില്ല. വരയ്ക്കാതെ തന്നെ അത്തപ്പൂ ഇട്ട് പോകുന്നതാണ് ഒരു രീതി. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേപ്പ് വ്യത്യാസമൊക്കെ വരും. പിന്നെ അവസാനം ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചത് ശരിയാക്കും. അപ്പോഴത്തേക്ക് അർജുനാണെങ്കിൽ പോയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് അപ്പച്ചിയുടെ മോനാണ് അദ്വൈത, അവനെയും കൂടി വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഓണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഡ്രസ്സ് എടുക്കാനെ കൊണ്ട് ഇന്നാണ് പോയത്. എത്ര നേരത്തെ പൈസ കൊടുത്താലോ ആ ഒരു തലേ ദിവസം എടുക്കുന്നതിൻ്റെ ഒരു വൈബിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവരിന്ന് പോയി ഡ്രസ്സൊക്കെ എടുത്ത് വന്ന സമയം ഇപ്പം ഏകദേശം ഒരു 8 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. നമ്മളിത് ഇടാനെ കൊണ്ടൊക്കെ തുടങ്ങിയതേ ഉള്ളൂ അത്തപ്പൂ. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കൊണ്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 2 പേരും ഒരുപോലത്തെ യൂണിഫോം പോലത്തെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ ഒരു 9:30 9:45 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അത്തപ്പൂവിന് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ അത്രയും പൂവിനെ വെച്ച് സെറ്റാക്കി ഏകദേശം പൂക്കളെല്ലാം സെറ്റായിട്ട് വന്നു. ആ ലാസ്റ്റ് ആണെങ്കിൽ ആ ഒരു മഞ്ഞ കളർ റോസാപ്പൂ ബാക്കി വന്നത്, അത് പിന്നെ ഞാൻ നടുക്കോട്ട് കുത്തി കയറ്റി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് സമയം അതൊക്കെ കഴിഞ്ഞ് എല്ലാം റെസ്റ്റൊക്കെ എടുത്തൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്കിനി മുല്ലപ്പൂവിൻ്റെ മാല കൂടെ കെട്ടാനുണ്ട്. അപ്പോൾ TV-യിൽ കട്ടപ്പനയിലെ ഋത്തിക് റോഷനാണെന്ന് തോന്നുന്നു സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം ഒരു 10 മണി 10:15 10:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ മുല്ലപ്പൂവും കൂടെ കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിച്ചു. ഇനി മുല്ലപ്പൂവും കൂടെ കെട്ടി കഴിഞ്ഞിട്ട് കിടക്കാമെന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പം മാല കെട്ടാൻ അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇത് ആ അത്തപ്പൂവിൻ്റെ കൂടിടാൻ വേണ്ടിയിട്ട് അവർ തന്നത് ഓൾറെഡി വിരിഞ്ഞൊക്കെ ഇരിക്കുന്ന പൂവാണ്. അതുകൊണ്ട് ഇത് കുറേ നേരമൊന്നും നമുക്ക് ലാസ്റ്റ് ചെയ്യത്തില്ല. കാരണം മൊട്ടായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കത്തുള്ളൂ. എന്തായാലും ഇത് നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഒരു ഇച്ചിരി പൂവൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ ആ അത്തപ്പൂവിന് വേണ്ടി വാങ്ങിച്ച പൂ അങ്ങ് കെട്ടാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനത്തെ ഇന്നത്തെ ഈ പരിപാടികൾ ഉത്രാടം വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ നമുക്ക് തിരുവോണമാണ്. അടിപൊളിയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ കല്യാണത്തിന് മുമ്പുള്ള തിരുവോണമാണ്. അപ്പോൾ അത് കിട്ടി കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഏകദേശം 12 മണിയായി. എല്ലാ വർഷവും ഓണത്തിന് ഈ ഒരു സമയമൊക്കെ ആവും നമ്മൾ കിടക്കാനും കൊണ്ട്. അപ്പോൾ ഇനി നാളെ തിരുവോണം വ്ളോഗുമായിട്ട് കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കാതിരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തിരുവോണത്തിൻ്റെ വ്ളോഗുമായിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.